ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് R4 Rabbit എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കിഡ്സ് കാർ സീറ്റിൻ്റെ റിവ്യൂ ആണ്. ഓൾമോസ്റ്റ് ഒരു 3 years ആയിട്ട് ഞാൻ ഈ കാർ സീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ രണ്ടാമത്തെ മോന് വേണ്ടിയിട്ടാണ് ഈ കാർ സീറ്റ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ആമസോണിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഫസ്റ്റ് ക്രൈയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. കുട്ടികളൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് പുറത്തു വന്ന അമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ കാർ സീറ്റ്. ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തു പോകുന്നതിലുപരി കുറച്ചും കൂടി കുട്ടികൾ കുറച്ച് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ, അപ്പോൾ കുറച്ചുകൂടി സേഫായിട്ട് നമുക്ക് ഈ കാർ സീറ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റും പിള്ളേരെ. സോ ഇതിൽ കുട്ടികളെങ്ങനെ ഇരുത്തിയിട്ട് 2 സ്ട്രാപ്സ് ഉണ്ട് 2 സൈഡിലായിട്ട്. ആ 2 സ്ട്രാപ്സും കൈൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കുട്ടീനെ ഇതുപോലെ ഇരുത്തി അതിന് താഴെയായിട്ട് 2 ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് കറക്റ്റായിട്ട് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. അതിങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ഒരു ലോക്കുണ്ട്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അത് ലോക്കാവും. അതിനുശേഷം അതിന് താഴെയായിട്ട് ഒരു ചെറിയ സ്ട്രാപ്പ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാം. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ ഈ 2 സ്ട്രാപ്സും ടൈറ്റ് ആവും. സോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രാപ്പ്. അതിങ്ങനെ താഴെ ഇങ്ങനെ കാണാൻ പറ്റും. അതിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് വലിക്കുമ്പോൾ ഈ 2 ഷോൾഡറിൻ്റെ സൈഡിലും ഈ സ്ട്രാപ്സ് ഒന്ന് ടൈറ്റ് ചെയ്ത് കുട്ടി അതിനുള്ളിൽ സെറ്റാവും. സോ ഇങ്ങനെയാണ് നമ്മൾ ബേബീസിനെ ഇതിൽ ഇരുത്തുക. ദെൻ ഇവരുടെ കഴുത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ടൈപ്പ് മെറ്റീരിയൽ കഴുത്ത് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കണം. നമുക്ക് ഇത് കാലിൽ ഫിറ്റ് ചെയ്ത് നോക്കിയാലോ. ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടും റിയർ ഫേസിംഗ് ആയിട്ടും നമുക്ക് 2 തരത്തിലും ഈ കാർ സീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിപ്പോൾ ഫ്രണ്ട് ഫേസിംഗ് ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാനെപ്പോഴും കിഡ്സ് സീറ്റ് പാസഞ്ചർ സീറ്റിൻ്റെ ബാക്കിലാണ് എപ്പോഴും വെക്കാറ്. ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിൽ അങ്ങനെ വെക്കാറില്ല. പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റും. സോ നമ്മുടെ ബാക്കിലുള്ള സീറ്റ് ബെൽറ്റ് വലിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ടക്കിൻ ചെയ്ത് താഴത്ത് കൂടെ ടക്കിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്ലിപ്പ് ഇങ്ങനെ ജസ്റ്റ് ടക്കിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റായിട്ട് അതിന് താഴെ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കും. ഈ ക്ലിപ്പ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇടണം. ബാക്ക് സൈഡിൽ കൂടെ ഇട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഈ ക്ലിപ്പ് വരും. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരും. ദെൻ ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിൽ കൂടെ എടുത്ത് ഇതിൻ്റെ താഴെയായിട്ട് ടക്കിൻ ചെയ്തിട്ട് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇടുന്ന ആ ക്ലിപ്പിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇങ്ങനെയാണ് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് നമ്മൾ കാർ സീറ്റ് ഫിറ്റ് ചെയ്യുക. 2-3 years ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് കുട്ടികളെ ഇരുത്തേണ്ടത്. അതല്ലാതെ ന്യൂ ബോൺസിനൊക്കെ നമ്മൾ റിയർ ഫേസിംഗ് ആയിട്ടാണ്. സോ അതിന് നമ്മുടെ സീറ്റിന് താഴെയായിട്ട് ഒരു ലിവർ ഉണ്ട്. അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് ചെരിച്ച് വെക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് ഫുള്ള് എടുത്തതിന് ശേഷം ഇവിടെ ഇതുപോലെ ടക്കിൻ ചെയ്ത് സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെ ടക്കിൻ ചെയ്ത് സീറ്റിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പിൽ കൂടെ വലിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അത് ഇവിടെ നിന്ന് നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റിൻ്റെ ക്ലിപ്പിലേക്ക് ഇടുക. അപ്പം നല്ല ടൈറ്റായിട്ട് വരും കാർ സീറ്റ്. ദെൻ ഈ സീറ്റ് ബെൽറ്റിനുള്ളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കയായിട്ടിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ന്യൂ ബോൺസിനെ കാർ സീറ്റിൽ ഇരുത്താം. ഒരു വയസ്സൊക്കെ ആവുന്ന വരെ നമ്മൾ ഏകദേശം ഇങ്ങനെ തന്നെയാണ് കുട്ടികളെ ഇരുത്തുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മടിയിലിരിക്കുന്നേക്കാളും സെക്യൂറാണ് കുട്ടികൾ ഇതുപോലത്തെ കിഡ്സ് സീറ്റിൽ ഇരിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ വണ്ടിയൊക്കെ തട്ടുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ സഡൻ ബ്രേക്ക് ഇടുകയാണെങ്കിൽ പോലും കുട്ടികൾ ഇതിൽ സേഫ് ആയിരിക്കും. 0 to 7 years വരെ നമുക്ക് ഈ കാർ സീറ്റ് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ 6 years ആയിട്ടുള്ള മോളും 1-2 വയസ്സുള്ള ബേബീസും അവർ മാറി ഈ കാർ സീറ്റിൽ ഇരിക്കാറുണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.